രാഷ്ട്രപതിയെ അനുഗമിച്ചും സന്നിധാനത്തെത്തിയ മന്ത്രി വാസവൻ അദ്ദേഹം അവിടെ ചെന്നിട്ട് തൊഴുതില്ലത്രേ. ഇപ്പോ സംഘികളുടെ കുരുപൊട്ടലാണ്. ഒന്ന് ആലോചിക്കണേ, എത്ര വിദഗ്ധമായിട്ടാണ് മറ്റൊരാളെ വിവാദത്തിൽപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രപതി ചെയ്തിരിക്കുന്ന ആചാര ലംഘനങ്ങളെ മുഴുവൻ റദ്ദാക്കുന്നത്. ഞങ്ങളുടെ സംഘപരിവാറിന്റെ ആളായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു വ്യക്തി ശബരിമലയ്ക്ക് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെ തരത്തിലാണ് ആചാരങ്ങൾ നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആചാരപരമായിട്ട് അവിടെ ദർശനത്തിന് പോകേണ്ടത്. മാലയിടണം, വ്രതം നോൽക്കണം, മല ചവിട്ടണം, ശരണം വിളിക്കണം, കരിമല കയറി 18ാം പടി തൊട്ടു തൊഴുത് നേരെ മുകളിൽ ചെന്ന് അയ്യപ്പ ദർശനമാണ് നടത്തേണ്ടത്. ആണല്ലോ, ആർക്ക് സംശയമില്ലല്ലോ. ഇതിൽ വ്രതത്തിന്റെ കാര്യത്തിൽ സംഘികൾ പറയുന്നതിന്റെ അപ്പുറം അവർ ഇപ്പോൾ അതിലെല്ലാത്തിലും പരമാവധി ഉടായ്പാണ്. പക്ഷേ ഇന്നലെ നിങ്ങൾ നോക്കൂ, അവിടെ രാഷ്ട്രപതിയുടെ സന്ദർശനം. ഇതിൽ ഏത് കാര്യമാണ് അവർ ചെയ്തത്? പമ്പയിൽ വരുന്നു, അവർ വ്രതം നോറ്റോ ഇല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. കാര്യം രാഷ്ട്രപതി ഭവനിലെ ഫുഡ് മെനു അനുസരിച്ചായിരിക്കുമല്ലോ അവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ കുറെ ഉദ്യോഗസ്ഥർ വന്നു, വേഷങ്ങളൊക്കെ കണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് ഇനി ശബരിമലയിൽ പോകുമ്പോൾ മുണ്ടുടുക്കേണ്ട കാര്യം? മുണ്ടത്ര നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല. കണ്ടില്ലേ, കൂടെ വന്ന ഉദ്യോഗസ്ഥരിട്ടിരിക്കുന്ന ഡ്രസ്സും അവരുടെ വേഷവും ഒക്കെ എന്താണ്? അതിൽ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ ഇന്നലകളിൽ വ്രതം പിടിച്ചു എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഈ പൊറോട്ടയും ബീഫും ഒറിജിനലി ഇവർ കഴിച്ചിട്ട് വന്നില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്നവരാണ് അവർ. കഴിച്ചിട്ട് വന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടത്തെ ഈ പറയുന്ന വ്രതാനുഷ്ഠാനങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇന്നലെ മല ചവിട്ടാതെ വാഹനത്തിൽ സന്നിധാനത്തേക്ക് എത്തുമായിരുന്നു.